ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളൊരു പാലക് പനീറാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. ആദ്യമായി പാലക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ച് നേരം തോരാൻ വെക്കണം. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചാൽ തിളച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് പാലക്കിട്ട് രണ്ട് തള തിളച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ഇടും കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുത്ത് നമ്മൾ ഏകദേശം തിളച്ച് 2-3 തള കളഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് അരിപ്പയിലേക്ക് ഊറ്റി വയ്ക്കും. വെള്ളം പോയി കഴിഞ്ഞിട്ട് അത് നമ്മളൊരു മിക്സിയിലിട്ട് കുറച്ച് നന്നായിട്ട് അടിച്ചെടുക്കും. മിക്സി ഞാനതിൽ കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ കാഷ്നട്ട് പേസ്റ്റാണ് ചേർക്കാറ്. ഇത് ഇച്ചിരിയായിട്ട് പേസ്റ്റ് അടിക്കണ്ടല്ലോ എന്ന് വെച്ചാണ് ഞാൻ അതിലോട്ട് തന്നെ ചേർത്ത് അരച്ചെടുത്തത്. നന്നായിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പനീർ എടുത്ത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഒരു ക്യൂബ് സൈസ് നന്നായിട്ട് കുത്തൊന്ന് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കും. അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ട്, അത് പോകാൻ വേണ്ടിയാണ്. അതും ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പാനിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അത് ഏകദേശം ഫ്രൈ ആയി, കുറച്ച് കൂടി പോയി കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ച് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചത്. ഓയിലോട്ട് കുറച്ച് ചെറുജീരകം ഇട്ടു. അതിനുശേഷം കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, ഞാനെല്ലാം 1-2 പീസ് വെച്ചാണ് ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റുന്നു. ചിലർ വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചിലർ ആ പാലക്ക് അരയ്ക്കുന്നതിൻ്റെ കൂടെ പാലക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇടാറുണ്ട്. ഞാൻ സെപ്പറേറ്റാണ്, കുറച്ച് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടു നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് ഉള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മുളകും കൂടെ, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മുളക് എടുത്തുള്ളൂ. അതിനുശേഷം അതിലോട്ട് കുറച്ച് തക്കാളിയും കൂടി ഇട്ടു നന്നായിട്ട് വഴറ്റണം. ഹോട്ടലൊക്കെ ഇതൊക്കെ എപ്പോഴും റെഡിയാക്കി വെച്ചേക്കുമായിരിക്കും ഇങ്ങനത്തെ മസാല. അപ്പോൾ നമുക്കത് എടുത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നന്നായിട്ട് ഇളകി ഏകദേശം വന്നപ്പോൾ അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ടു. ഇപ്പം നമുക്ക് അളവ് പറയാൻ പറ്റും, നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ഉപ്പ് യൂസ് ചെയ്യുന്നത്. ഏകദേശം ആയിക്കഴിഞ്ഞ ശേഷം അതിലോട്ട് ഞാൻ നേരത്തെ അരച്ച് വെച്ചിരുന്ന പാലക്ക് നന്നായി ഇളക്കി ഒഴിച്ചു. നല്ല പച്ച കളറൊക്കെ ആയിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറും കേട്ടോ. ഈ പച്ച എന്നുള്ളത് കുറച്ച് ഒരു ഡാർക്ക് പച്ചയായി മാറും. അങ്ങനെ ഏകദേശം ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിലോട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീർ അതിലോട്ട് ചേർത്തു. അങ്ങനെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഞാൻ അങ്ങനെ ഇട്ട് തിളപ്പിച്ചു. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് നമ്മൾ ടേസ്റ്റൊക്കെ നോക്കി ഉപ്പ് വേണ്ടത്ര ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് പെപ്പർ, കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ അളവായിട്ട് പറയുന്നില്ല, ഞാനൊരു 3/4 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പക്ഷേ അത് ഓരോരുത്തരുടെയൊക്കെ ടേസ്റ്റിനനുസരിച്ചാണ് ഞാൻ ചേർക്കുക സാധാരണ. നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇതിലോട്ട് ക്രീം കൂടി ചേർക്കാനുണ്ട്. ക്രീമിന് പകരം ഞാൻ പാലാണ് ചേർത്തത്. ക്രീം ഞാൻ മേടിക്കാൻ മറന്നു പോയിരുന്നു. കുറച്ച് പാൽ കൂടി ചേർത്ത് ഇളക്കി കൊടുത്തു. അപ്പോൾ നമ്മുടെ പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ചെറിയൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.